ഇവിടെ രവിചന്ദ്ര അശ്വിനും ജോണി ബെയർസ്റ്റോയും 100ാം ടെസ്റ്റ് കളിക്കാനിരിക്കെ അങ്ങകലെ ന്യൂസിലാൻഡ് മണ്ണിൽ മറ്റൊരാൾ കൂടി തന്റെ 100ാം ടെസ്റ്റിന് ഇറങ്ങുകയാണ്. കെയ്ൻ സ്റ്റുവർട്ട് വില്യംസൺ എന്ന കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് കരിയറിൽ ഓസ്ട്രേലിയക്കെതിരെ ക്രൈസ്റ്റ് ചർച്ചിൽ ആരംഭിക്കാനിരിക്കുന്ന രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഇറങ്ങുന്നതോടെ ടെസ്റ്റിൽ 100 ടെസ്റ്റുകൾ എന്ന നാഴികക്കല്ലാണ് കെയ്ൻ വില്യംസൺ ഇതോടെ പിന്നിടുക. 100ാം ടെസ്റ്റ് സെഞ്ചുറിയോടെ ആഘോഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് ചരിത്രം എടുക്കുകയാണെങ്കിൽ കരിയറിലെ 100ാമത്തെ മത്സരത്തിൽ സെഞ്ചുറി കുറിക്കാൻ വെറും 10 പേർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഇത്തവണ വില്ലിക്ക് കെയ്ൻ വില്യംസന് സെഞ്ചുറി നേടാനായാൽ എലൈറ്റ് ക്ലബിൽ അംഗമാകുന്നതിനൊപ്പം ഒരു വമ്പൻ റെക്കോർഡും അദ്ദേഹത്തിന് കുറിക്കാൻ സാധിക്കും. 100 ടെസ്റ്റുകൾക്ക് ശേഷം ഏറ്റവും അധികം സെഞ്ചുറികളുള്ള താരമെന്ന റെക്കോർഡാണ് വില്യംസനെ തേടിയെത്തുക അടുത്ത മത്സരത്തിൽ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ. നിലവിൽ ഈ റെക്കോർഡിന്റെ അവകാശി ഓസ്ട്രേലിയൻ സ്റ്റാർ ബാറ്ററായ സ്റ്റീവ് സ്മിത്ത് ആണ്. 32 സെഞ്ചുറികളാണ് 100 ടെസ്റ്റുകൾക്ക് ശേഷം അദ്ദേഹം നേടിയിട്ടുള്ളത്. അടുത്ത ടെസ്റ്റിൽ സെഞ്ചുറി കുറിക്കാനായാൽ സ്മിത്തിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പുതിയ കിങ് ആവാൻ വില്യംസന് സാധിക്കുമെന്നുറപ്പാണ്. നിലവിൽ 32 ടെസ്റ്റ് സെഞ്ചുറികളാണ് വില്യംസിന്റെയും പേരിലുള്ളത്. സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി ഈ ഒരു ലിസ്റ്റിൽ ഈ ഒരു സെഞ്ചുറികളുടെ എണ്ണത്തിൽ ഇവരെക്കാളൊക്കെ പിറകിലാണ് എന്ന് കാണാം. ടെസ്റ്റിലെ സെഞ്ചുറികളുടെ എണ്ണത്തിൽ 100 ടെസ്റ്റുകൾക്ക് ശേഷം 27 സെഞ്ചുറികൾ മാത്രമാണ് വിരാട് കോഹ്ലിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കാൾ ഒരുപാട് മുന്നിലാണ് വില്യംസണും സ്മിത്തും. വില്യംസൺ മാത്രമല്ല, ഓസ്ട്രേലിയയുമായുള്ള അടുത്ത ടെസ്റ്റിൽ ഇറങ്ങുന്നതോടെ ന്യൂസിലാൻഡിന്റെ പരിചയസമ്പന്നനായ ഫാസ്റ്റ് ബോളർ ടിം സൗത്തിയും 100 ടെസ്റ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ പിന്നിടും. നേരത്തെ ഓസ്ട്രേലിയ 172 റൺസിന്റെ വമ്പൻ ജയം കൊയ്ത ആദ്യ ടെസ്റ്റിൽ വില്യംസൺ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു. 2 ഇന്നിംഗ്സുകളിലുമായി 9 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ആദ്യ ഇന്നിംഗ്സിൽ 0-ൽ നിൽക്കെ നിർഭാഗ്യകരമായ രീതിയിൽ റണ്ണൌട്ടായ വില്യംസൺ 2ാം ഇന്നിംഗ്സിൽ 9 റൺസിനും മടങ്ങിയിരുന്നു. നമുക്കറിയാം, 3 ഫോർമാറ്റുകളിലും ന്യൂസിലാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഇന്ന് കെയ്ൻ വില്യംസൺ. 2010 അഹമ്മദാബാദിൽ തന്റെ 20ാമത്തെ വയസ്സിൽ ആദ്യ ടെസ്റ്റിനിറങ്ങിയ കെയ്ൻ ഇന്ത്യൻ സ്പിന്നർമാരെ പ്രതിരോധിച്ചുകൊണ്ട് 299 പന്തിൽ 131 റൺസ് നേടിയ ആ ഒരു ഇന്നിംഗ്സ് എന്തുകൊണ്ടും ഒരു അരങ്ങേറ്റ താരത്തിന് അഭിമാനിക്കാവുന്ന ഇന്നിംഗ്സ് ആയിരുന്നു. പിന്നീട് 2012 വെല്ലിംഗ്ടണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റിൽ 389 റൺസ് ചേസ് ചെയ്തുകൊണ്ട് ന്യൂസിലാൻഡ് 3 വിക്കറ്റിന് 32-ലെത്തി പരാജയം തുറച്ചു നോക്കിയ സമയത്ത് ഡെയിൽ സ്റ്റെയിൻ മോർക്കൽമാർക്കെതിരെ ആ സമയത്ത് ഉറച്ചു നിന്ന് തന്റെ ടീമിനെ താങ്ങി നിർത്തിയ വില്യംസൺ ആകെ ന്യൂസിലാൻഡ് 200 റൺസ് നേടിയപ്പോൾ അതിൽ പുറത്താകാതെ 102 റൺസ് നേടുകയും രക്ഷകനായി മാറുകയും ചെയ്തു. ടീമിന് സമനില നേടിക്കൊടുത്തു. അത് ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായി ഇന്നും വാഴ്ത്തപ്പെടുന്നുണ്ട്. 2015 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ലീഗ് റൗണ്ടിൽ നടന്ന മാച്ചിൽ വില്യംസന്റെ മറ്റൊരു മനക്കരുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. 152 റൺസ് ചേസ് ചെയ്ത ന്യൂസിലാൻഡ് വിക്കറ്റുകൾ പരക്കെ നഷ്ടമായി 146-ന് 9 എന്ന നിലയിൽ എത്തുമ്പോഴും വില്യംസൺ മറുതലക്കലുണ്ടായിരുന്നു. ഒടുവിൽ ട്രെന്റ് ബോൾട്ടിനെ മറുതലക്കൽ സാക്ഷി നിർത്തി 6 അടിച്ച് കളി ജയിപ്പിച്ച വില്യംസന്റെ ഷോട്ട് ആ ലോകകപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ ഷോട്ടായിരുന്നു. 45 പന്തിൽ 42 റൺസ് നേടിയ കെയ്ൻ അന്ന് രാജ്യത്തിന്റെ ഹീറോ ആയ നിമിഷമായിരുന്നു അത്. 25 വയസ്സിനുള്ളിൽ മുഴുവൻ ടെസ്റ്റ് രാജ്യങ്ങൾക്കെതിരെയും സെഞ്ചുറി നേടിക്കൊണ്ട് ആ നേട്ടം കൈവരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു ഒരു ഘട്ടത്തിൽ കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിലാണ് വില്യംസൺ ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് നിസ്സംശയം പറയാം. 99 ടെസ്റ്റുകളിൽ നിന്നും 55.35 എന്ന ഗംഭീര ശരാശരിയിൽ കിവി ക്യാപ്റ്റന്റെ സമ്പാദ്യം 8675 റൺസാണ്. 32 സെഞ്ചുറികൾ കൂടാതെ 6 ഡബിൾ സെഞ്ചുറികളും 33 ഫിഫ്റ്റികളും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ടെസ്റ്റിൽ. ന്യൂസിലാൻഡ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ള താരവും വില്യംസനാണ്. ടെസ്റ്റിലെ ഓൾ ടൈം സെഞ്ചുറി വീരന്മാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഇപ്പോൾ 11ാം സ്ഥാനത്താണ്. അതുപോലെ ഫാബ് 4-ൽ വിജയകരമായ റൺ ചേസിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയവരെ എടുക്കുമ്പോൾ വില്യംസനാണ് കിങ് എന്ന് നമുക്ക് കൃത്യമായും പറയാം. 2ാം ഇന്നിംഗ്സിൽ ടീം ചേസ് ചെയ്ത് ജയിച്ച ടെസ്റ്റുകളിൽ അദ്ദേഹം ഇതിനകം നേടിയിരിക്കുന്നത് 4 സെഞ്ചുറികളാണ്. 4 സെഞ്ചുറികളുമായി അദ്ദേഹം ഈ ലിസ്റ്റിൽ ഏറെ മുന്നിൽ നിൽക്കുമ്പോൾ തൊട്ടുപിറകിലുള്ളത് ഫാബ് 4-ലെ ജോ റൂട്ടാണ്, ഇംഗ്ലീഷ് മുൻ നായകൻ. വിജയകരമായ റൺ ചേസിൽ അദ്ദേഹം 2 സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിന് വേണ്ടി നേടിയിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ വിരാട് കോഹ്ലിയും സ്മിത്തും വെറും വട്ടപൂജ്യമാണ് എന്നത് മറ്റൊരു കാര്യം. കാരണം ടീം ജയിച്ച റൺ ചേസിൽ 2ാം ഇന്നിംഗ്സിൽ ഒരു സെഞ്ചുറി പോലും രണ്ടുപേർക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. അപ്പോൾ ഫാബ് 4-ലും ഇപ്പോൾ നിലവിൽ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന താരമാണ് കെയ്ൻ വില്യംസൺ. അദ്ദേഹം ഇപ്പോൾ തന്റെ 100ാം ടെസ്റ്റിന് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്.